പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എറണാകുളത്ത് നടന്ന 12,000 നർത്തകികളുടെ നൃത്തം ഗിന്നസ് ബുക്കിൽ കയറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന മൃദംഗനാദം എന്ന പരിപാടി, ആ പരിപാടി അങ്ങേയറ്റം തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൃക്കാക്കര MLA ഉമാ തോമസ് ഉയരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ദാരുണ സംഭവം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ വലിയ ഒരു തട്ടിപ്പ് പരിപാടി ആരും അറിയാതെ അങ്ങ് നടന്നു പോകുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഉമാ തോമസിൻ്റെ ആ ദയനീയമായിട്ടുള്ള വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പരിപാടി വലിയ തട്ടിപ്പായിരുന്നുള്ള വിഷയം ഇപ്പോൾ ഓരോ ദിവസവും കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ആ പരിപാടിയുടെ സംഘാടകരായിരുന്ന മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ് സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞ് നടന്നിരുന്ന നികോഷ് കുമാർ ഉൾപ്പെടെയുള്ള അതിൻ്റെ സംഘാടകർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ആ സംഘടന നടത്തിയ അത് മേപ്പാടിയിലെങ്ങാണ്ടുള്ള ഏതുകൊണ്ടൊരു ഒറ്റമുറിയിൽ നടക്കുന്നൊരു സംഘടനയാണെന്നാണ് കേൾക്കുന്നത്. അവർ നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ കഥകൾ ഇപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പുറത്ത് വന്നത് കല്യാൺ സിൽക്സിൽ നിന്ന് അവർ 12,000 സാരി, ഏതാണ്ട് 390 രൂപ സാരി ഒന്നിന് വെച്ച് വാങ്ങി അത് ഏതാണ്ട് 1,600 രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ്, അതിൽ പങ്കെടുത്ത നർത്തകരുടെ മാതാപിതാക്കളെ ഈ പരിപാടി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടിക്കറ്റിലുള്ള തട്ടിപ്പ്, അതൊക്കെ പുറത്തു വന്നു. ഒരു വിധത്തിലുള്ള അനുമതികളും വാങ്ങിയിരുന്നില്ല എന്നുള്ള വിഷയം പുറത്തു വന്നു. ഇപ്പോൾ അത് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് വീഴുന്ന വളരെ ദാരുണമായിട്ടുള്ള, മുകളിൽ നിന്ന് ഏതാണ്ട് 14 അടി താഴ്ചയിലേക്ക് അവർ വീഴുന്ന അതിദാരുണമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലെ പ്രതിവാദി വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിനി ആ വീഡിയോ ഒന്ന് കാണാം. സുഹൃത്തുക്കളെ, ആ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? വളരെ വീതി കുറഞ്ഞ ഒരു സ്റ്റേജ്, വളരെ വീതി കുറഞ്ഞ ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ 14 അടി താഴ്ച. ആ താഴ്ചയിലേക്ക് ആരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ബാരക്കേഡിന് വേണ്ടി ഒരു നീല റിബൺ അവിടെ കെട്ടിയിരുന്നു. തൃക്കാക്കര MLA ഉമാ തോമസ് അവിടെ വരുന്നു. അവരെ അതിൻ്റെ സംഘാടകർ ഒരു കസേരയിൽ ഇരുത്തുന്നു. കസേരയുടെ ഇരുന്ന അവർ സാംസ്കാരിക മന്ത്രി അപ്പുറത്തിരിക്കുന്ന സജി ചെറിയാനെ കാണാൻ വേണ്ടി എഴുന്നേറ്റ് അങ്ങോട്ട് 2-3 അടി വെക്കുന്നതിനിടയിൽ അവർ ആ നീല റിബണിൽ ഒന്ന് പിടിക്കുന്നു. ആ നീല റിബണിൽ പിടിക്കുന്നതോടുകൂടി അവരുടെ ബാലൻസ് തെറ്റി അവർ താഴത്തോട്ട് വീഴുന്നു. താഴത്തോട്ട് വീഴുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പൂട്ട വിമലാദിത്യ എന്ന് പറയുന്ന ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ എത്ര ഭീകരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ തട്ടിപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു. ആ ഏജൻസികൾക്കായിരുന്നു അനുമതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകാൻ വേണ്ടിയിട്ട് അവരെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവരാണ് ഇതെല്ലാം നടത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിൻ്റെ എല്ലാം പുറകിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക്, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഏജൻസികൾക്ക്, ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ള വിഷയം ഞാൻ തന്നെ വരും ദിവസങ്ങളിൽ എൻ്റെ വീഡിയോയിലൂടെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പുറകിൽ CPM സ്പോൺസേഡ് ആയിട്ടുള്ള
ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംഘങ്ങളായിരുന്നു എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ തന്നെ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ചില കാര്യങ്ങൾ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. ഈ സംഭവം നടന്നതിന് തൊട്ട് പിറ്റേ ദിവസമാണ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ സംഘാടകർക്കെതിരെ പോലീസ് ആദ്യം കേസെടുത്ത സമയത്ത് ഇതിൻ്റെ സംഘാടകർക്കെതിരെയല്ല, ഒരു ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി കേസെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഥമികമായ ചില കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് കേരള പോലീസിലെ 2ാം സ്ഥാനക്കാരനായിട്ടുള്ള, അതായത് പോലീസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ ചാർജുള്ള ADGP ആയിട്ടുള്ള എസ് ശ്രീജിത്തിനെതിരെ കൂടി കേസെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പല വീഴ്ചകളും ഞാനന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ഞാനന്ന് ചൂണ്ടിക്കാണിച്ചത് വീഴ്ചകളായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് ഈ തട്ടിപ്പ് പരിപാടിയുടെ മുഖ്യ കാർമ്മികന്മാരിൽ ഒരാൾ ഈ ADGP ശ്രീജിത്ത് ആയിരുന്നോ എന്നുള്ള സംശയമാണ്. ആദ്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇയാളുടെ ഭാഗത്തുനിന്നുള്ള സുരക്ഷാ വീഴ്ച അന്വേഷിക്കണം, ഇയാൾ ഔദ്യോഗികമായിട്ടാണോ അവിടെ വന്നത് എന്നുള്ളത് അന്വേഷിക്കണം, ഇയാൾ അവിടെ വന്നത് ഒരു പ്രമുഖ സീരിയൽ നടിയുടെ ക്ഷണപ്രകാരമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനന്ന് അതിനകത്ത് പറഞ്ഞിരുന്നത്. അതൊക്കെ ചില സൂചനകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം ഈ തട്ടിപ്പ് പരിപാടിയുടെ, അതായത് മേപ്പാടിയിലുള്ള ഒരൊറ്റമുറിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് പരിപാടിയുടെ ഈ സംഘാടകരുടെ മുഖ്യ കാർമ്മികൻ ADGP ശ്രീജിത്ത് ആയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ADGP ശ്രീജിത്തിന് ഇതിൻ്റെ സംഘാടകരുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ ADGP ശ്രീജിത്താണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പരാതികളെല്ലാം പൂഴ്ത്തിവെക്കുന്നതിന് ഇതിൻ്റെ സംഘാടകരെ സഹായിച്ചത് എന്നുമുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു, ഇത് DGPയുടെ ലോ ആൻഡ് ഓർഡർ DGPയുടെ അനുവാദത്തോടു കൂടിയാണോ ഈ ADGP ശ്രീജിത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ കിട്ടുന്ന വിവരം DGPയുടെ അനുവാദമില്ലാതെ അനധികൃതമായിട്ടാണ് ഈ ADGP ശ്രീജിത്ത് ഈ പരിപാടിയിൽ അവിടെ പങ്കെടുത്തത് എന്നാണ്. അതെ, മഫ്തിയിലാണ് അവിടെ പങ്കെടുത്തത് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്നും എനിക്കിപ്പോൾ ആധികാരികമായി അറിയാൻ കഴിയുന്നു. നിങ്ങൾ വിഷ്വൽസിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, പുട്ട വിമലാദിത്യയും മഫ്തിയിലാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. സുമാ തോമസ് വീഴുമ്പോൾ അവരുടെ തൊട്ടടുത്ത് ഈ പുട്ട വിമലാദിത്യയും മഫ്തിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് DGPയുടെ അനുവാദമില്ലാതെ ADGP ശ്രീജിത്ത് അവിടെ ഉണ്ടായിരുന്നു. ADGP ശ്രീജിത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അവിടെ പങ്കെടുത്തത് എന്നും ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭിക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ADGP ശ്രീജിത്ത് അന്ന് പരിപാടി നടക്കുന്നെന്ന് ഉച്ച മുതൽ തന്നെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇയാൾ ആകസ്മികമായി ആരെങ്കിലും ഇയാളെവിടെ ഈ ഒരു പ്രമുഖ സീരിയൽ നടി ക്ഷണിച്ചിട്ടാണെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ വിവരം. അതല്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇതിൻ്റെ സംഘാടകരുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഉച്ച മുതൽ ആ വേദിയിൽ സന്നിഹിതരായിരുന്നത് എന്നുള്ള വിവരമാണ് എനിക്കിപ്പോൾ ലഭിക്കുന്നത്. എന്ന് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടിക്കെതിരെ പരാതികളുണ്ടായിരുന്നു. ഇതോ അരുൺ ദേവ് എന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു പരാതിക്കാരൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ പരിപാടിയെക്കുറിച്ച് പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ വിശദമായി പരാതി കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ആ പരാതിക്കാരൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഈ മൃദംഗ വിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് അവകാശപ്പെടുന്ന നികോഷ് കുമാർ എന്ന് പറയുന്ന ആൾ ഈ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി ഇപ്പോൾ വിവരം വന്നിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായും ഈ പരാതി നടക്കുന്നതിന് മുമ്പ് ഒരു പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്കാരനെ ഇത് സംഘടിപ്പിച്ച തട്ടിപ്പ് സംഘത്തിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്ക് പോലീസിലുള്ള സ്വാധീനം എത്രയാണ് എന്നുള്ളത് അതിൽ നിന്ന് പുറത്തു വരികയല്ലേ. അവിടെയാണ് ADGP ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഈ തട്ടിപ്പ് സംഘവുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം പുറത്തു വരുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ഈ തട്ടിപ്പ് പരിപാടിയുടെ ഈ പറഞ്ഞ പോലെ എന്താണ് ട്രാഫിക് ഗതാഗത പാർട്ട്ണർ കൊച്ചിൻ മെട്രോ ആയിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ട്രാഫിക് പാർട്ട്ണർ കൊച്ചിൻ മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്കും ഈ പരിപാടിയിൽ വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാവുന്നത്. ലോക്നാഥ് ബെഹ്റയുടെ കൂടെ നിർദ്ദേശാനുസരണമാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ADGP ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള വിവരം നമുക്കുണ്ട്. എന്ന് മാത്രമല്ല, ഈ പരിപാടിയുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം, അതിൻ്റെ പേരൊക്കെ ഞാൻ പിന്നീട് പുറത്തു കൊണ്ടിരുന്നുണ്ട്. അവർക്ക് CPM-ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. മുഹമ്മദ് റിയാസുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് കേൾക്കുന്നു. അവരുമൊക്കെയായി ഈ ADGP ശ്രീജിത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകയായ ഒരു മുൻ സിനിമാ നടി ദിവ്യ ഉണ്ണി അവരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന് പുറകിലും ഈ ADGP ശ്രീജിത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ വളരെ ഗൗരവതരമായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ മുഖ്യ കാർമ്മികനായി പോലീസിൽ നിന്ന് അവർക്കെതിരെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളായിരുന്നു ശ്രീജിത്ത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ പരിപാടി വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ചകൾ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ സുരക്ഷാ വീഴ്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കേണ്ട ആളായിരുന്നു ശ്രീജിത്ത്. ഇതുപോലെ ഒരുപാട് പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ആളാണ് അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള ADGP ആയിരുന്നു ശ്രീജിത്ത്. എന്നാൽ ആ ശ്രീജിത്ത് അതൊന്നും ചെയ്യാതെ ഈ തട്ടിപ്പ് പരിപാടിയുടെ സംഘാടകർ കൊത്താശ ചെയ്യുകയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DGPയുടെ അനുവാദമില്ലാതെയാണ് ഇയാൾ മഫ്തിയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശബരിമലയിൽ നിർണായകമായ ചുമതലയുണ്ടായിട്ടും അവിടുന്ന് വന്ന് അയാൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് അയാളുടെ ഈ സംഘാടകരുമായിട്ടുള്ള ബന്ധം, അയാൾക്ക് ഈ സംഘാടകരുമായിട്ട് എന്തൊക്കെയാണ് ബന്ധം എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അയാളുടെ ആ ദിവസത്തെയും തൊട്ട് പിറ്റേ ദിവസത്തെയും തൊട്ട് തലേ ദിവസത്തെയും ഒക്കെ ഫോൺ കോളുകൾ എല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ADGP ശ്രീജിത്തിന് ഈ തട്ടിപ്പ് സംഘാടകരുമായിട്ടുള്ള അവിഹിത ബന്ധം, ദുരൂഹമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ വിഷയം പോലീസ് ഗൗരവമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ ശ്രീജിത്തിൻ്റെ ഇതുമായിട്ടുള്ള ബന്ധം അന്വേഷണ വിധേയമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് DGPക്ക് ഒരു പരാതി കൊടുക്കാൻ കൂടി പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറാകും എന്നുള്ള വിവരം എൻ്റെ പ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.